ഹലോ ഓൾ, വെൽക്കം ടു പെപ്പ്. ഞാൻ ജന ബഷീർ. ഞാനിന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റമാണ്. നമ്മുടെ ഫിസിയോളജിയിലെ നെർവസ് സിസ്റ്റം. അപ്പം നമ്മുടെ ഈ മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് ഇങ്ങനെ ഞൊടിയിടയിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറേ ഫങ്ഷനിങ്സ് ഉണ്ട് അല്ലേ? ഈ ഫങ്ഷനിങ്സ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഓർഗൻസ്, നമ്മുടെ ബോഡിയിലെ ഓരോ ഓർഗൻസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വൃത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാലേ എന്ത് സംഭവിക്കുള്ളൂ, നമ്മുടെ ബോഡി നമ്മൾക്ക് വേണ്ട രീതിയിലൊക്കെ ഓരോ എൻവിറോൺമെൻ്റൽ ആയിട്ടുള്ള സ്റ്റിമുലൈനോടൊക്കെ റിയാക്ട് ചെയ്യാനും ഒക്കെ കഴിയുള്ളൂ. സോ ഇതിന് നമ്മുടെ ബോഡീനെ എനേബിൾ ആക്കുന്ന സാധനമാണ് നമ്മുടെ ബോഡിയുടെ കമ്മ്യൂണിക്കേഷനെ എനേബിൾ ആക്കണം അല്ലെങ്കിൽ ഫങ്ഷനിങ് ചെയ്യുന്ന സാധനമാണ് കുറച്ച് നെർവ്സാണ്. നെർവസ് സിസ്റ്റത്തിലെ നെർവ്സാണ്. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള നെർവ്സും സെൽസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റത്തിന് 2 ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇതിലെ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മളിന്ന് ഇവിടെ എടുക്കുന്നില്ല, കാരണം നമ്മുടെ കുറേ മുൻപുള്ള വീഡിയോസിലൊക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം വേണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്കാണ്. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? അതിൽ സ്പൈനൽ കോഡ് ഉണ്ട്, ഗാംഗ്ലിയ ഉണ്ട്, നെർവ്സ് ഉണ്ട്, സ്പൈനൽ നെർവ്സ് ഉണ്ട്, ക്രാനിയൽ നെർവ്സ് ഉണ്ട്, ന്യൂറോമസ്കുലർ ജംഗ്ഷൻസ് ഉണ്ട്, പെരിഫറൽ നെർവ്സ് ഉണ്ട്. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്മുടെ ഓർഗൻസ്, അതിൻ്റെ ഒരു ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആരെന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു ജോലി എന്ന് വെച്ചാൽ, പ്രൈമറി ആയിട്ട് അത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ CNS, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിനിനെയും ഒക്കെ CNSനെ ഓർഗൻസുമായിട്ടും ലിംസുമായിട്ടും സ്കിന്നുമായിട്ടും, നമ്മുടെ ബോഡിയിൽ ഓരോ ഓർഗൻസുമായിട്ടും ലിംസുമായിട്ടും സ്കിന്നുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രൈമറി റോള് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനൊക്കെ ഇൻഫോർമേഷൻസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും, എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ഏതൊരു ഓർഗൻസിൽ നിന്നും ബ്രെയിനിനും സ്പൈനൽ കോഡിനും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നവരാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണം? ആദ്യം നമ്മുടെ ബോഡി മൊത്തത്തിൽ, മീൻസ് എല്ലാ പാർട്ടിലും, എല്ലാ ഔട്ടർമോസ്റ്റ് ഏരിയാസിലൊക്കെ നെർവ്സ് വേണം, പെരിഫറൽ നെർവ്സ് വേണം. സോ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ എല്ലാ ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഔട്ടർമോസ്റ്റ് ബോഡി പാർട്സിലേക്കൊക്കെ PNS നെർവ്സ് എക്സ്റ്റെൻഡഡ് ആണ്, ഫ്രം സെൻട്രൽ നെർവസ് ടു എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ഏരിയാസ്, ബോഡീൻ്റെ ഏരിയാസിലേക്കും. ഓക്കെ, ഇനി നമുക്കിപ്പോൾ PNS എന്താണെന്നുള്ള ഒരു, മീൻസ് പെരിഫറൽ നെർവസ് സിസ്റ്റം, അതിനെ ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ PNS എന്ന് പറയുക. അപ്പോൾ PNS എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പം നമ്മൾ ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ 2 ഡിവിഷൻസ് ഉണ്ട്. 2 ഡിവിഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് സൊമാറ്റിക് നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും. നമ്മളിപ്പോൾ നെർവസ് സിസ്റ്റത്തിന് 2 ഡിവിഷൻസ് നോക്കി, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. അതുപോലെ തന്നെ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനുണ്ട് 2 ഡിവിഷൻസ്, സൊമാറ്റിക് നെർവസ് സിസ്റ്റവും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും, അല്ലേ? സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് സെൻസറി ഇൻഫോർമേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ സെൻസ് ചെയ്യപ്പെടുന്ന ഇൻഫോർമേഷൻസ്, അറിവുകളെയൊക്കെ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ വോളണ്ടറി ആയിട്ട് നമ്മൾക്ക് മൂവ്മെൻറ്റ്സ് അതിനെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ വോളണ്ടറി ആയിട്ട് നമ്മൾ നടത്തുന്ന മൂവ്മെൻറ്റ്സിനെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ സൊമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്.
അതുപോലെ ഈ ഓട്ടോണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ബോഡിയുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ ഏകീകരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആളാണ് എന്ത്, ഈ ഓട്ടോണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഇൻവോളണ്ടറി ഫങ്ഷൻസ് എന്ന് പറയുമ്പം നമ്മുടെ ബ്ലഡ് ഫ്ലോ, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ്, ഡൈജഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഇൻവോളണ്ടറി ഫങ്ഷൻസിലേക്ക് പെടുന്നതാണ്. അപ്പം ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം നമ്മളിപ്പോൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ സെൻസറി ആയിട്ടും മോട്ടോറായിട്ടുള്ള ഇൻഫോർമേഷൻസ്, സെൻസറി ആയിട്ടും അതുപോലെ തന്നെ മോട്ടോർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെ CNSലേക്ക് അങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ തന്നെ CNS ഇങ്ങോട്ടേക്കും കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ആര് ചെയ്യുന്നത്, ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ചെയ്യുന്ന പണി എന്ന് പറയുന്നത്. സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൽ 2 മേജർ ആയിട്ടുള്ള ന്യൂറോൺസ് ഉണ്ട്, മോട്ടോർ ന്യൂറോൺസും സെൻസറി ന്യൂറോൺസും. മോട്ടോർ ന്യൂറോൺസിനെ എഫറന്റ് ന്യൂറോൺസ് എന്നും നമ്മൾ അറിയപ്പെടും. എഫറന്റ് ന്യൂറോൺസ്, മോട്ടോർ ന്യൂറോൺസ് ഓൾസോ കോൾഡ് ആസ് എഫറന്റ് ന്യൂറോൺസ്. ഈ എഫറന്റ് ന്യൂറോൺസ് ഇതാ കണ്ടില്ലേ, എഫറന്റ് ന്യൂറോൺസിൻ്റെ ഒരു പിക്ചർ ഡെമോൺസ്ട്രേഷൻ ആണ് ഇതുള്ളത്. എന്ന് വെച്ചാൽ എന്ത്, നമ്മുടെ ഇവരെന്ത് ചെയ്യും, ഈ എഫറന്റ് ന്യൂറോൺസ് എന്ത് ചെയ്യും, ഇൻഫോർമേഷൻസിനെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിലേക്ക് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ബോഡിയുടെ ത്രൂ ഔട്ട് ബോഡിയിലേക്ക് എത്തിക്കുന്ന ആളുകളാണ് ആര് ഈ മോട്ടോർ ന്യൂറോൺസ് അല്ലെങ്കിൽ എഫറന്റ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഒക്കെ ഉള്ള ഇൻഫർമേഷൻസിനെ മസിൽ ഫൈബേഴ്സ്, ബോഡിയിൽ നിറയെ മസിൽ ഫൈബേഴ്സ് ഉണ്ട്, ഈ മസിൽ ഫൈബേഴ്സിലേക്കൊക്കെ എത്തിക്കുന്ന ആളുകളാണ് ആര്, ഈ എഫറന്റ് ന്യൂറോൺസ് എന്ന് പറയുന്നത്, മീൻസ് മോട്ടോർ ന്യൂറോൺസ്. നമ്മൾക്കിപ്പം എൻവിറോൺമെൻറ്റിൽ ഒരു സ്റ്റിമുലായി വന്നു, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മുന്നിലേക്ക് ഒരു കുട്ടി വന്നു, ഇതെൻ്റെ സ്റ്റിമുലായി ആണ്, എൻ്റെ എൻവിറോൺമെൻറ്റിൽ വന്നൊരു സ്റ്റിമുലായി. ആ സ്റ്റിമുലൈനോട് എനിക്ക് റിയാക്ട് ചെയ്യണം, ആ കുട്ടിയെ തട്ടാതെ മാറി എനിക്ക് നടക്കണം, അല്ലെങ്കിൽ ഞാനും വീഴും കുട്ടിയും വീഴും. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് ക്വിക്ക്ലി ആ ആക്ഷൻ എടുക്കാൻ എന്നെ അലൗ ചെയ്യുന്ന ന്യൂറോൺസ് ആണ് എഫറന്റ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, എഫറന്റ് ന്യൂറോൺസ്. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ മേജർ ന്യൂറോണാണ് സെൻസറി ന്യൂറോൺ, അഫറന്റ് ന്യൂറോൺസ്. ഈ അഫറന്റ് ന്യൂറോൺസ് എന്ന് പറയുന്നത് നെർവ്സിൽ നിന്നും, നമ്മുടെ ബോഡിയുടെ ത്രൂ ഔട്ടുള്ള നെർവ്സിൽ നിന്നും CNSലേക്ക് ഇൻഫോർമേഷനെ എത്തിക്കുന്ന ആളാണ് ഈ അഫറന്റ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സെൻസറി ഇൻഫോർമേഷൻസ്, ഫിസിക്കൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ സെൻസറി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, നമ്മുടെ സെൻസസ് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന എൻവിറോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസിനെ ക്യാരി ഔട്ട് ചെയ്യുകയും അതിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്ന ആളാണ് ഈ അഫറന്റ് ന്യൂറോൺസ് എന്ന് പറയുന്ന സെൻസറി ന്യൂറോൺസ് ചെയ്യുന്നത്. അപ്പോൾ അഫറന്റ് ന്യൂറോൺസിൻ്റെ പിക്ചർ ഡെമോൺസ്ട്രേഷൻ ആണ് ഇതുള്ളത്. നമ്മുടെ ഇതിൽ നിന്നും CNSലേക്ക് കൊണ്ടുകൊടുക്കുന്നത്. സോ സൊമാറ്റിക് നെർവസ് സിസ്റ്റം നമ്മൾ പറഞ്ഞു, നമ്മുടെ സെൻസറി ഇൻഫർമേഷൻസിനെയും ഒക്കെ ക്യാരി ചെയ്തിട്ട് നമ്മുടെ CNSൽ നിന്നും ക്യാരി ചെയ്തിട്ട് കൊണ്ടുകൊടുക്കുന്ന ആളാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. അത് 2 മേജർ ആയിട്ടുള്ള ന്യൂറോൺസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അത് മോട്ടോർ ന്യൂറോൺസും സെൻസറി ന്യൂറോൺസും. മോട്ടോർ ന്യൂറോൺസ് ഇസ് ഓൾസോ നോൺ ആസ് എഫറന്റ് ന്യൂറോൺസ് ആൻഡ് സെൻസറി ന്യൂറോൺസ് ഇസ് ഓൾസോ നോൺ ആസ് അഫറന്റ് ന്യൂറോൺസ്. ഇനി നമുക്ക് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് പാർട്ട്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് വെച്ചാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് 2 ഡിവിഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിലെ രണ്ടാമത്തെ ഡിവിഷനായിട്ടുള്ള ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇൻവോളണ്ടറി ബോഡി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ, അത് മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റ് ചെയ്യുന്നൊക്കെ ആളാണ് ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് ഫ്ലോ, ഹാർട്ട് ബീറ്റ് നമ്മൾ പറഞ്ഞു, അങ്ങനത്തെ നമ്മുടെ ബോഡിയിലെ ഇതിനെ
റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൺഫ്യൂസ്ഡ് ആവണ്ട, ഒന്നും കൂടി ശ്രദ്ധിച്ചോ. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെയും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സിമ്പത്തറ്റിക് സിസ്റ്റവും അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. ഓക്കെ, സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. അപ്പോൾ നമ്മൾ സിമ്പത്തറ്റിക് സിസ്റ്റത്തെ കുറിച്ച് പറയാൻ പോവാണ്. അപ്പോൾ ഒരു പട്ടി കടിക്കാൻ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ നമ്മൾ മുന്നിലുള്ള കല്ല് എന്തെങ്കിലും എടുത്താണ്ട് അതിനെ എറിയാനുള്ള ശ്രമം നടത്തും. അല്ലെങ്കിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോയിട്ട് അപ്പുറത്തെ മരത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും വീട്ടിലോ ഒക്കെ കയറിയിരുന്ന് നമ്മുടെ തടി കഴിച്ചിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്? എന്താണ്, നമ്മുടെ എൻവിറോൺമെൻറ്റിൽ വന്നിട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇങ്ങനെ ഓരോ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് സ്റ്റിമുലൈസ് വരുമ്പം നമ്മുടെ ബോഡിയിലെ സിമ്പത്തറ്റിക് സിസ്റ്റം എന്ത് ചെയ്യും? ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്നുള്ള റെസ്പോൺസ് ഉണ്ടായിരിക്കും. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് വെച്ചാൽ കല്ലെടുത്തറിയുക അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടാനുള്ള ഒരു റെസ്പോൺസിനെ റെഗുലേറ്റ് ചെയ്യും. ആര്? നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യും. ഈ ഒരു സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഓരോ എൻവിറോൺമെൻറ്റൽ ത്രെഡ്സ് പറഞ്ഞു ഞാൻ. എൻവിറോൺമെൻറ്റൽ ത്രെഡ്സിന് അതിനോട് നമ്മൾക്ക് നിൽക്കണമല്ലോ, അതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നമ്മളുടെ എനർജിയെ എക്സ്പാൻഡ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? സിമ്പത്തറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. ബോഡീനെ എനർജീനെ എക്സ്പാൻഡ് ചെയ്യിക്കാനാണ് സിമ്പത്തറ്റിക് സിസ്റ്റം പ്രിപ്പയർ ചെയ്യുന്നത്. ഇനിയിപ്പം ആക്ഷൻ നീഡഡ് ആയിട്ടുള്ള ടൈമിൽ എന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പം ഒരു ത്രെട്ടണിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ മുന്നിൽ നിൽക്കുമ്പം സിമ്പത്തറ്റിക് സിസ്റ്റം എന്തൊക്കെ ചെയ്യുന്നറിയോ? അത് ട്രിഗർ ചെയ്യും. എന്ത് ട്രിഗർ ചെയ്യും? നമ്മുടെ ബോഡിയിലെ കുറച്ച് ആക്ഷൻസിനെ ട്രിഗർ ചെയ്യും. നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടും, മസിൽസിലേക്കൊക്കെ ഉള്ള ബ്ലഡ് ഫ്ലോ കൂട്ടും. നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. സ്വെറ്റ് ഗ്ലാൻസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്വെറ്റിനെ സെക്രീഷൻ കൂടും. അതുപോലെ തന്നെ പ്യൂപ്പിൾസിനെ ഡയലേറ്റ് ചെയ്യിക്കും. പ്യൂപ്പിൾസിനെ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ പ്യൂപ്പിൾസിനെ ഡയലേറ്റ് ചെയ്യിക്കും. അങ്ങനെയുള്ള പരിപാടികൾ. നമ്മുടെ ബ്രെത്തിങ് ഇൻക്രീസ് ചെയ്യിക്കും. ശ്വാസം എടുക്കുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ടും ഭയങ്കര ഹാർഡായിട്ടൊക്കെ എടുക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്കറിയാം. ഒരു നായനെ ഒന്നും വേണ്ട, ഒരു കൂറനെ കണ്ടാൽ തന്നെ, ബാത്റൂമിൽ കയറിയിട്ട് ഒരു 8 കൂറനെ കണ്ടാൽ തന്നെ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ഇടിക്കും. അതാണ് ഹാർട്ട് റേറ്റ് ഒക്കെ അങ്ങ് ഇൻക്രീസ് ചെയ്യും. അപ്പം എന്തൊക്കെയാണ്? പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്യും, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ എയർവേസ് ബ്രോങ്കിയൽ ട്യൂബിൾസിനൊക്കെ ഡയലേറ്റ് ചെയ്യിക്കും, സ്വെറ്റ് ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. ഇങ്ങനത്തെ എല്ലാ ഫങ്ഷൻസും നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം ട്രിഗർ ചെയ്യും നമ്മുടെ ബോഡിയിൽ നിന്ന്. അതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് സിമ്പത്തറ്റിക് സിസ്റ്റം നമ്മുടെ ബോഡീനെ റെഗുലേറ്റ് ചെയ്യുന്നത്, എനർജി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഞാൻ പറഞ്ഞു, നമ്മുടെ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. അപ്പം ഇനി അടുത്തതാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. നമ്മുടെ ഇപ്പോൾ ത്രെട്ടിൻ്റെ സിറ്റുവേഷൻ കഴിഞ്ഞു, നായ ആ വഴിക്ക് പോയി, നമ്മളൊരു വീട്ടിൽ കയറിയിട്ട് നിന്നു. നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം ഇനി റെസ്റ്റ് എടുക്കുകയാണെ, നമ്മൾക്ക് ത്രെട്ടൊക്കെ കഴിഞ്ഞു, ആള് സേഫാണ്. അപ്പോൾ സേഫ് ആകുമ്പം പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ത് ചെയ്യും? ഒരു നോർമലായിട്ടുള്ള ബോഡി ആൻഡ് ഫിസിക്കൽ ആക്ഷൻസിലേക്ക് നമ്മളെ ബോഡീനെ തിരിച്ചു കൊണ്ടുവരും. നോർമലായിട്ടുള്ള ഒരു ഫിസിക്കൽ റിസോഴ്സസിലേക്ക് നമ്മുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരും. എന്ന് വെച്ചാൽ, ഈ ത്രെട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ നായ അങ്ങ് പോയി കഴിഞ്ഞ് ഞാൻ സേഫാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ സിമ്പത്തറ്റിക് സിസ്റ്റം എന്ത് ചെയ്യും? എൻ്റെ ഹാർട്ട് ബീറ്റ് സ്ലോ ആക്കും, സ്വെറ്റ് ഗ്ലാൻസിനെ ചെയ്തത് നിർത്തിയിട്ട് സ്വെറ്റിംഗ് ഒക്കെ കുറയ്ക്കും, ബ്രെത്തിങ് എന്ത് ചെയ്യും? ഒരു സ്റ്റേബിളായിട്ടുള്ള സ്ലോ ആയിട്ട് നമ്മൾക്ക് നോർമലായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. നമ്മുടെ മസിൽസിലേക്കൊക്കെ ഉള്ള ബ്ലഡ് ഫ്ലോനെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡയലേറ്റ് ചെയ്തിരുന്ന പ്യൂപ്പിൾസ് ഉണ്ടല്ലോ, അതിനെ കോൺസ്ട്രിക്റ്റേറ്റ്സ് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരും.
എത്രയാണ് എന്ത് പാരാസിമ്പത്തറ്റിക്, നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം എന്തൊക്കെ കൂട്ടി കുറയ്ക്കും ചെയ്തോ അതിനെയൊക്കെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ദാറ്റ്സ് ഓൾ. അത്രയാണ് നമുക്ക് ഇന്ന് ഇപ്പം നെർവസ് സിസ്റ്റത്തിൽ പറയാനുണ്ടായിരുന്നത്. നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് മൊത്തം പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് നമ്മൾ എന്ത് 2 പാർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ആ 2 പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ തന്നെ സൊമാറ്റിക്കും ഇതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പെരിഫറൽ ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.